ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വിഷുവൊക്കെ അല്ലേ, അപ്പോൾ വിഷുവിൻ്റെയൊക്കെ പ്രമാണിച്ച് നമുക്ക് നല്ല അടിപൊളി ഒരു പായസം തയ്യാറാക്കിയെടുക്കാം, സേമിയ പായസം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നിറം മാറി വരുന്നവരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. അപ്പോൾ തീ കൂട്ടി വെച്ച് അത് കരിഞ്ഞു പോകണ്ട, കരിഞ്ഞു പോയാൽ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്നതാ ഇപ്പോൾ ഒന്ന് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അളവൊക്കെ നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. അതും നമുക്കിതുപോലെ ഇപ്പോൾ ഈ മുന്തിരിയൊക്കെ ഒന്ന് വാങ്ങിച്ച് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഒന്ന് കഴുകി അതിന് ശേഷം ഒന്ന് ഉണക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നമ്മളിത് തയ്യാറാക്കി എടുക്കാം. പച്ചമുന്തിരി വാങ്ങിച്ചിട്ട് ഇത് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ അതും ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതാ ആവശ്യത്തിനുള്ള സേമിയയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഒരല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം ഞാനത് സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഈ സമയത്തെല്ലാം തീ നല്ലതുപോലെ കുറച്ച് വെച്ച് ചെയ്യുക, ഒരുപാട് തീ കൂട്ടി വെച്ച് ചെയ്യരുത്. ഇപ്പോൾ നമ്മുടെ സേമിയയുടെ നിറമൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു 2 ടീസ്പൂണോളം നെയ്യ് എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ നെയ്യ് കിടന്ന് ഈ ക്യാരറ്റ് ഒന്ന് വെന്ത് വരട്ടെ. ഒന്ന് വാടി കിട്ടുമ്പോൾ നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒന്ന് വഴന്നതിന് ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി ഈ ക്യാരറ്റിലൊക്കെ അതിൻ്റെ മധുരം ഒന്ന് പിടിക്കണം. നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചസാര എല്ലാം ഉരുകി നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, എന്നെ സ്നേഹിക്കുന്നവർക്ക്, ഇനി എന്നെ സ്നേഹിക്കാൻ പോകുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും അഡ്വാൻസ് വിഷു ആശംസകൾ. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ സേമിയ വറുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് ഞാൻ ഇട്ടേക്കുന്നത്, തിളച്ചതിന് ശേഷം. അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ മധുരം എല്ലാം ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പഞ്ചസാര ഇച്ചിരി ഒന്ന് കുറച്ചാണ് ഇട്ടേക്കുന്നത്. ഇനി മിൽക്ക് മെയ്ഡും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസം കേട്ടോ. ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ പഞ്ചസാര ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരുന്നോണ്ടാ കളർ കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മുടെ പായസം സേമിയ എല്ലാം വെന്തതാ നല്ലപോലെ മീതെ തന്നെ വന്നിട്ടുണ്ട്. കണ്ടല്ലോ, സേമിയൊക്കെ നമുക്കിതുപോലെ ഒന്ന് തെളിഞ്ഞ് കാണാൻ കിട്ടണം. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ വെന്ത് പരുവായിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കിനി ഇതൊന്ന് വാങ്ങി വയ്ക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതാ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, മൂപ്പിച്ച് വെച്ചിട്ടുള്ളത്. അത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി നമുക്ക് ഇറക്കി മാറ്റാം.
ഇതൊക്കെ നിങ്ങൾക്ക് എത്ര ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക. ചിലർക്ക് ഒരുപാട് ഇഷ്ടമാണ്, ചിലർക്ക് ഒത്തിരി ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ മോക്കൊക്കെ ഉണക്കമുന്തിരി വലിയ ഇഷ്ടമല്ല കേട്ടോ. എന്നാലും ഞാനൊന്ന് കുറച്ച് ചേർത്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമുക്കിനി ഇത് വാങ്ങാം. അതിനുശേഷം ഞാനിതാ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ നമുക്കിതിലേക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ക്യാരറ്റ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഈ കളറൊക്കെ ഇതിന് കിട്ടുന്നത്. അപ്പോൾ സൂപ്പറാണ്. അപ്പോൾ ഈ സ്കൂളിൻ്റെ വെക്കേഷൻ സമയമല്ലേ, നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ ഇതേ ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാവർക്കും ബായ്.